ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ലഹരിയെ തൂക്കിയെറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരള പോലീസിന്റെ പുതിയ പദ്ധതി തൂഫാൻ ആരംഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഈ പദ്ധതി അനൗൺസ് ചെയ്തത്. ജൂൺ 1 മുതൽ ഈ പദ്ധതി ആരംഭിച്ചു തുടങ്ങും. സ്കൂൾ തുറക്കുന്ന ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശനായിരിക്കും തൂഫാൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുക. ഈ തൂഫാൻ പദ്ധതിക്ക് മുൻ സർക്കാരിൻ്റെ കാലത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ പരിശോധനകളും ആളുകളെ പിടികൂടുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് നടന്നിരുന്നു. അതിന് മുകളിൽ ഈ പദ്ധതി നിൽക്കും എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിലെ വൃത്തങ്ങൾ പറയുന്നത്. അതായത് ഡി ഹണ്ട് പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടും ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടും കച്ചവടക്കാരെ മറ്റുമൊക്കെ പിടികൂടിയിരുന്നു. പക്ഷേ ഈ തൂഫാൻ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് കച്ചവടക്കാരെ മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്നവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. സ്കൂൾ തുറക്കുന്നത് കൊണ്ട് തന്നെ പരിശോധന വ്യാപകമായിട്ട് ഉണ്ടാകും. മാത്രമല്ല, നമുക്കറിയാം പല കേസുകൾ, അതായത് ഈ ലഹരി വിൽക്കുന്നവരെ മറ്റുമൊക്കെ പല കേസുകൾ നമ്മൾ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് പലപ്പോഴും കണ്ടെത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളൊരു വിമർശനം നിലനിൽക്കുന്നു. സംസ്ഥാനത്തിന് പുറത്തു നിന്നും ലഹരി റാക്കറ്റുകൾ കേരളത്തിലേക്ക് ലഹരി കടത്തുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട്. ലഹരി മരുന്നുകൾ കേരളത്തിൽ എത്തിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്നു, ഇത് കുട്ടികളിലും മറ്റുമൊക്കെ എത്തിക്കുന്നു എന്നുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്ന ഈ മയക്കുമരുന്നുകളും മറ്റുമൊക്കെ വരുമ്പോൾ അതിനെ കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ പരിശോധന, ഈ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന് പുറത്തുള്ള കാര്യങ്ങൾ അവിടുത്തെ സംസ്ഥാന പോലീസ് മേധാവിമാരുമായി നിരന്തരം ആശയവിനിമയം നടത്തണമെന്ന് കേരളത്തിലെ DGPക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആശയവിനിമയം നടത്തി ഈ പരിശോധന വ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. ജൂൺ 1 ഈ പരിശോധന തുടങ്ങുമ്പോൾ അത് വ്യാപകമായി തന്നെ സംസ്ഥാനത്തെമ്പാടും ഉണ്ടാകും. ലഹരിയുടെ വേരറക്കുക, അടിവേരറക്കുക എന്നുള്ളതാണ് കേരള പോലീസിന്റെ ലക്ഷ്യം, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ ലക്ഷ്യം.